പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ കൊല്ലം ജില്ലയുടെ ചവറ തെക്കുംപാവം എന്ന പ്രദേശത്ത് നിന്ന് വരുന്നു. ഞാൻ കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് ഒരു 3 വർഷം, ഓർമ്മ ശരിയാകുന്ന ഒരു 3-3.5 വർഷം മുമ്പ് ഞാൻ ദേവദാസിൻ്റെ സഭയിൽ വന്നു. എൻ്റെ മോൾ അമേരിക്കയിലാണ്. അന്ന് ജോലി കല്യാണം കഴിഞ്ഞ് കൊണ്ടുപോയി. അവിടെ 3 പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൊരു ജോലിക്ക് അങ്ങനെ 2 പരീക്ഷ എഴുതി എൻ്റെ മോൾ തോറ്റുപോയി. അങ്ങനെ 3ാമതൊരു പരീക്ഷ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ദേവദാസിൻ്റെ അടുക്കൽ വന്നു. ഞാൻ വളരെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ആൻറ്റി ഈ പരീക്ഷ അവൾ ജയിക്കും. പിന്നെ ടി വിയിൽ 3 എപ്പിസോഡ് ടി വിയിൽ ആൻറ്റി ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അന്ന് അവിടെ വെച്ച് പൈസ കൊടുത്തു. 3 എപ്പിസോഡ് ടി വിയിൽ ചെയ്തു. 3ഉം ഞങ്ങൾ കണ്ടു, പ്രാർത്ഥിച്ചു. അനേകായിരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മോൾ ആ പരീക്ഷ ജയിക്കുവാനിടയായി. അത്ഭുതമെന്നല്ലാതെ എനിക്ക് ഈ പ്രാർത്ഥന ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയത്തില്ല. ഇന്നെൻ്റെ മോള് ഇന്ത്യൻ മണി 10 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ജോലി ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ അത്ഭുതത്തിനായി ദൈവത്തിന് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഒരു 3-3.5 വർഷം, ഒരു 4 വർഷം മുമ്പ് ഞാൻ എൻ്റെ നട്ടലിന് ഡിസ്കിന് കംപ്ലയിൻ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ ആയുർവേദത്തിൽ തടവാൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് എനിക്ക് തലയ്ക്ക് ഒരു ഇതുണ്ടായി. തലയ്ക്ക് ചികിത്സിക്കാനൊരു സ്ഥലവും ഇല്ല. ലാസ്റ്റ് ഡോക്ടർമാർ അടുത്തുകൊണ്ട് ചെല്ലുമ്പം പറയും, ആൻറ്റി പറയുന്നതെല്ലാം അറ്റാക്ക് വരുന്ന കാര്യങ്ങളാണ് ആൻറ്റിക്ക്. പക്ഷേ ഞങ്ങളുടെ ആ ടെസ്റ്റിലങ്ങ് ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്നെ അവിടുന്ന് ട്രിപ്പൊക്കെ ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ഭർത്താവ് നേരെ പാസ്റ്റർ പ്രാർത്ഥന ഉണ്ടായിരുന്നു ഈ കൊല്ലത്ത്. അങ്ങനെ എന്നെ അവിടെ കൊണ്ടുവന്ന് ഒരു വല്ലാത്ത ലെവലിലായിരുന്നു. എന്നെ കണ്ടാൽ പോലും ഭയപ്പെടത്തക്ക ഒരു രീതിയായിരുന്നു അന്ന് എൻ്റെ ശരീരം കണ്ടു കഴിഞ്ഞാൽ. ഞാൻ വല്ലാതായിപ്പോയി. പക്ഷേ ആ പ്രാർത്ഥനയിൽ അന്ന് എനിക്ക് ആ രോഗസൗഖ്യം അവിടെ വെച്ച് ഉണ്ടാകാനിടയായി.